കുറികളിൽ നിന്ന് തലക്കുറിയിലേക്ക് വരാം. എന്താണ് അവസ്ഥ എന്ന് നോക്കാം. ദയാഭായ് മാഡം നമ്മളോടൊപ്പം കുറച്ചു നേരമായിട്ടുള്ള സാമൂഹ്യ പ്രവർത്തകയാണ്. കറുത്ത വസ്ത്രമെടുത്താണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. എന്തെങ്കിലും പ്രത്യേക ലക്ഷ്യമുണ്ടോ? മൈക്ക് സർ. പ്രത്യേക ലക്ഷ്യമില്ല, കാരണമുണ്ട്. എന്താണ് മാം കാരണം? എനിക്ക് 10-12,000 മക്കളുണ്ട് ഈ കാസർഗോഡ്. അവർ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ അവകാശങ്ങൾ ഇവിടെ നോ ചാൻസ് ഫോർ ബേസിക് റൈറ്റ്സ് കിട്ടിയിരുന്നത് പോലെ നിഷേധിച്ചിങ്ങനെ കിടക്കുന്നു. അതുകൊണ്ടുള്ള പ്രധാനമായിട്ട് അതിനൊരു സങ്കടം. രണ്ടാമത്, ഞാൻ ഒരിക്കൽ കണ്ടതാണ് ഒരു വീട്ടില് കറുത്ത കൊടി മരിച്ച ഒരു വീട്ടിലുള്ളപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആ റോഡെ പോകുന്നതിന്റെ പേരിൽ പോലീസുകാർ മതിലിൽ കയറി അത് അഴിച്ചു മാറ്റുന്നു. അപ്പൊ അത്രയും പേഴ്സണൽ ഫ്രീഡം പോലും ഇല്ലാത്തതിനൊരു എതിര് ഒരു വെല്ലുവിളിയായിട്ടും കൂടിയാണ് ഞാൻ കേരളത്തില് ഇപ്പൊ എപ്പോഴും പ്രതിഷേധം എന്ന നിലയിൽ കൂടിയാണ് ഇത് എടുത്തു വന്നിരിക്കുന്നത്. രണ്ടുമുണ്ട്. ഒന്ന് സങ്കടം, രണ്ട് ഇത്. എൻഡോസൾഫാൻ ദുരിതബാധിതരെ അർഹരുടെ ലിസ്റ്റിൽ നിന്ന് മാറ്റിയതിൽ ഒരു സങ്കടമുണ്ട്. ലിസ്റ്റിൽ നിന്ന് മാറ്റിയതല്ല, അവർക്ക് കിട്ടേണ്ടതൊന്നും കിട്ടുന്നില്ല. ചികിത്സാ സൗകര്യങ്ങൾ ഇന്നുമില്ല. ഒരിടത്തും അല്പം ഒന്ന് തുടങ്ങിയതല്ലാതെ എന്തിനാണ് അവര് മംഗലാപുരത്തിന് പോകുന്നത്? അവരുടെ പ്രശ്നങ്ങൾ പാർലമെന്റിൽ അവതരിപ്പിക്കാൻ MP-മാർക്ക് പറ്റുന്നതുമില്ല. അപ്പം ഞാൻ ഓർക്കുന്നത്, എല്ലാം നോക്കിയിട്ടും ഒരു സാധ്യതയില്ല. ഇനി ഒരു ജനപ്രതിനിധി കൂടെ ആയി ഇലക്ഷനിൽ നിന്നാലോ ഒന്നും കൂടെ ആലോചിക്കുകയാണ്. ദയാഭായ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുന്നു. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് പറ്റുന്നില്ല? ഈ കാസർഗോഡ് ഭാരതീയനാണ്. അതെ, തീർച്ചയായിട്ടും മത്സരിക്കാനുള്ള അവകാശമുണ്ട്. ദയാഭായ് കാസർഗോഡ് മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടാൻ പോകുന്നു. സ്ഥാനാർത്ഥിയായി, സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി. ഒപ്പം ആരുണ്ടാവും? ഞാൻ ആരെയും അന്വേഷിച്ചില്ല. ആരുടെ പിന്തുണയുണ്ടാവും? ആരെയും അന്വേഷിച്ചിട്ടില്ല. എൻഡോസൾഫാൻ ദുരിതബാധിതരായി സാധാരണക്കാരായ പാവപ്പെട്ട മനുഷ്യരുണ്ട്. അവർ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ? ആയിക്കോട്ടെ, ഐ എം നോട്ട് ലുക്കിംഗ് ഫോർ. പക്ഷെ ചെയ്യാനുള്ളത് ചെയ്യും. അവരുടെ ശബ്ദം പാർലമെന്റിൽ കേൾക്കണം. അപ്പൊ മത്സരത്തിന് ഇറങ്ങാൻ തീരുമാനിച്ചു. ദാറ്റ്സ് എ ബ്രേക്കിംഗ് ന്യൂസ്. കാസർഗോഡ് മണ്ഡലത്തിൽ ദയാഭായ് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിരിക്കുന്നു. പ്രതിഷേധം പല കാര്യങ്ങൾ. ഇവിടെ എത്ര നെൽകൃഷിക്കാരാണ് ആത്മഹത്യ ചെയ്ത് നെല്ല് സർക്കാർ ഏറ്റിട്ടും പൈസ കിട്ടാതെ അവസാനം തൂങ്ങി. അതോട് പ്രതിഷേധമായിട്ട് ഞാൻ കേരളത്തിൽ അരിഭക്ഷണം തൽക്കാലം ഉപേക്ഷിച്ചിരിക്കുന്നു. അതുകൊണ്ട് കർഷകരോട് ഐക്യപ്പെട്ട അരിഭക്ഷണം ഉപേക്ഷിച്ചു അല്ലേ? അപ്പോ ദയാഭായിയുടെ സ്ഥാനാർത്ഥിത്വമാണ് ഈ മണിക്കൂറിലെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. കാസർഗോഡ് മണ്ഡലത്തിൽ നിന്നും ദയാഭായി കൂടി സ്ഥാനാർത്ഥിയായി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നു. അപ്പൊ താങ്ക് യു മാം.